പെണ്ണുങ്ങൾ ഒരുങ്ങാൻ ഒരുപാട് സമയം എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്നാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. സംഭവം ദൈവം നമുക്കും അവർക്കും എല്ലാം കണ്ണും മൂക്കും എല്ലാം ഒരേപോലെ തന്നെങ്കിലും അവരതിനെ കൺവേർട്ട് ചെയ്യുന്ന വേറെ രീതിയിലാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ പെങ്ങൾക്ക് കണ്ണെഴുതാൻ നോക്കിയതാണ്. എൻ്റെ പൊന്നോ എന്തോ പാടാന്നറിയോ. സ്കൂളിൽ വെച്ച് സ്കെയിലില്ലാതെ ബുക്കിൽ നേരെ വരെ വരയ്ക്കുന്ന ഓർമ്മയുണ്ടോ? എപ്പോഴും ഒന്നിനും അങ്ങോട്ട് അല്ലെ ഇങ്ങോട്ട്. ചിലതൊക്കെ കാണാൻ മറ്റേ റെയിൻബോ പോലൊക്കെ ഇരിക്കുമായിരിക്കും. ഒരു 4 വരെ ഒരുമിച്ച് വരച്ചായിരിക്കും. അതിനെക്കാട്ടിലും പാടാണ് കണ്ണെഴുതാൻ. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു കണ്ണ് എങ്ങനെങ്കിലുമൊക്കെ എഴുതിയെന്ന് വെച്ചോ, ചെയ്ത ആണുങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കണ്ണ് നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ എഴുതിയാലും അടുത്ത കണ്ണ് എഴുതാനാ പാട്. നമ്മൾ എന്തൊക്കെ കാണിച്ചാലും അടുത്ത കണ്ണ് എഴുതാൻ പറ്റില്ല. അപ്പം ഇപ്പൊ പിന്നെ നല്ല രീതിയിൽ കണ്ണുള്ള ആൾക്കാർ നമ്മൾ എഴുതി കഴിയുമ്പോൾ കോങ്കണ്ണുള്ളതായിട്ട് തോന്നത്തുള്ളൂ. ആ രീതിയിലാവും നമ്മൾ അവർക്ക് കണ്ണെഴുതി കൊടുക്കും. അപ്പൊ ഈ കണ്ണൊക്കെ അവർ നല്ല വൃത്തിയായിട്ട് 2 കണ്ണ് ഒരേപോലെ എഴുതി പിന്നെ 3-4 ലെയർ ഫൗണ്ടേഷനൊക്കെ ഇട്ട് വരുമ്പോഴത്തേന് സമയം എടുക്കും. പിന്നെ ഡ്രസ്സിന്റെ കാര്യമൊന്നും പറയണ്ട. ഇവര് ഒരു ഡ്രസ്സ് എടുക്കും, പിന്നെ നോക്കും കണ്ണാടിയിൽ, തന്നെ പറയും കൊള്ളത്തില്ലെന്ന്, പിന്നെ എടുത്ത് മാറ്റും. അടുത്ത ഡ്രസ്സ് എടുത്ത് മാറ്റും. കല്യാണം കഴിഞ്ഞൊക്കെയാണ് എനിക്ക് ഇത് കൂടുതൽ ഫീൽ ആവാൻ തുടങ്ങിയത്. നമുക്ക് ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു 4 മണിക്ക് പോകണമെന്ന് വെച്ചാൽ വൈകിട്ട്, അപ്പം എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ പറയും 3:45 നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോഴേ എനിക്കറിയാം 3:45 ഇറങ്ങത്തില്ല, 4 മണിക്ക് ഇറങ്ങത്തില്ല. ഇറങ്ങാൻ പോകുന്നത് എപ്പോഴായിരിക്കും? 4:30 നമ്മളിങ്ങനെ ഒരുങ്ങി വന്ന് അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് ഒരു പടം വരെ കണ്ടു തീർത്തിട്ടുണ്ട്. പിന്നെ പെണ്ണുങ്ങൾ പൊതുവെ മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അവര് ചെറിയ കാര്യങ്ങൾ പോലും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ നോക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കുന്നത്. ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങനൊന്നും അല്ല. എങ്ങനെയെങ്കിലും ഈ സാധനം ഒന്ന് തീർത്താൽ മതി. അതിപ്പോ ഏത് കാര്യമാണെങ്കിലും അവർക്ക് അതിനും പെർഫെക്ഷൻസ് വേണം. അതാണ്. നമുക്ക് അതൊന്നും വേണ്ട. എങ്ങനെയായാലും ഈ സാധനം ഒന്ന് തീർത്താൽ മതി. കാരണം ഓഫീസിലായാലും വീട്ടിലായാലും എൻ്റെ പൊന്നു സാറേ എങ്ങനെയായാലും ഈ ജോലി കഴിഞ്ഞാൽ എനിക്കൊന്ന് വീട്ടിൽ പോകുമായിരുന്നു. വീട്ടിലാണെങ്കിൽ എൻ്റെ പൊന്നോ ഈ ജോലി കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുക്കായിരുന്നു. അങ്ങനെയാണ് ആണുങ്ങൾ. പിന്നെ പെണ്ണുങ്ങൾ പറയുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ വേണം, ഒരു പാൻറ് എടുത്തിട്ട് ഒരു ഷർട്ട് എടുത്തിട്ട് എന്നിട്ട് അങ്ങ് പോയാൽ പോരാ, മുടി പോലും ഈരണ്ട, ചുമ്മാ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ പോയാൽ മതി. പക്ഷേ അവർക്കറിയത്തില്ലല്ലോ നമുക്ക് ദൈവമായിട്ട് തന്ന ഒരു കഴിവുകളാണ്. കാരണം നമ്മുടെ ഈ ഡ്രസ്സിനകത്തിലോ കാര്യങ്ങളിനകത്തിലോ ഒന്നും ഒരു ഇന്നോവേഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പണ്ട് തൊട്ടേ എൻ്റെ കൊച്ചിലെ തൊട്ട് എൻ്റെ അപ്പൂപ്പന്മാര് തൊട്ട് പാൻറ് ഷർട്ട് വിടുന്നു, നമ്മളും പാൻറ് ഷർട്ട് വിടുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. ഓരോ ജനറേഷൻ കഴിയുമ്പോഴത്തേക്കിനും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സാരി തന്നെ ഒരു 3500 ടൈപ്പ് സാരികളുണ്ട്. പാൻറ്റിനകത്ത് തന്നെ ഉണ്ട് പല ഡിസൈനിലുള്ളത്, സ്കേർട്ടിലുണ്ട്. അവർക്ക് പേര് പറയാൻ തന്നെ എന്തോരം ഡ്രസ്സുകളുണ്ട്. നമുക്ക് ആകെ പോയാലും എന്തോ മലയാളിയാണെങ്കിൽ ഒരു മുണ്ടുണ്ട്, ഒരു ഷർട്ടുണ്ട്, ഒരു പാൻറ്റുണ്ട്, ഷർട്ടുണ്ട്, ടീഷർട്ടുണ്ട്, ഇത്രയൊക്കെ കാണത്തില്ല. കൂടിപ്പോയാൽ ഈ ഇടുക്കി ഭാഗത്തോട്ടൊക്കെ ജാക്കറ്റ് വിടും. പക്ഷെ നമ്മുടെ അങ്ങോട്ട് അതും പറ്റൂല. ജാക്കറ്റ് ഇട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അവസാനം മറ്റേ ഈ ഇൻക്യുബേറ്ററിനകത്തിലിരിക്കുന്ന കോഴിമുട്ടയുടെ അവസ്ഥയുണ്ടല്ലോ, അതായിരിക്കും. എല്ലാവരും എഴുതിയോ ഒരുങ്ങാൻ സമയമെടുക്കും. അപ്പം വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ അവർക്ക് എല്ലാ കാര്യത്തിലും താമസമാണ്. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ഈ ബാത്റൂം എന്ന് പറയുന്ന സാധനം നനയാനുള്ളതല്ലെന്ന്. പണ്ടൊക്കെ ആരായാലും ഒട്ടുമിക്ക എനിക്കൊന്നും ആരും തന്നെ കാണത്തില്ല. എൻ്റെ ഓർമ്മയിൽ ആരും ഒരാണുങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ല. കുളിച്ച് കഴിഞ്ഞ് ബാത്റൂം വൈപ്പർ വെച്ച് വെള്ളം തൂത്ത് തുടച്ച് കളഞ്ഞവർ എത്ര പേരുണ്ട്? ആരും കാണത്തില്ല. കാരണം ഞാൻ പോലും ഇല്ലായിരുന്നു. പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് മനസ്സിലായത് ഫ്ലോറിൽ വെള്ളം കിടക്കാൻ പാടില്ല, വെള്ളം വൈപ്പ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ കുളിച്ച് കഴിയുമ്പോൾ അവർ കുളിച്ച് കഴിയുമ്പോഴത്തേക്കിന് കുളിച്ചിട്ട് ഇറങ്ങുന്ന ബാത്റൂമിൽ നോക്കണം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ തുടച്ച് പറ്റിച്ച് വെച്ചേക്കുന്ന പോലെയാണ് ബാത്റൂം ഇരിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ആണുങ്ങൾ കുളിച്ചിട്ട് ഇറങ്ങുന്ന കാണണം. സീലിംഗ് വരെ പതയാ കുളിച്ചതിന്റെ ബാക്കി. അപ്പൊ പലരും ആലോചിക്കും, ദൈവമേ നീ എങ്ങനെയാണോ കുളിക്കുന്നത്? സീലിംഗേ വരെ പതയോ എന്നുവെച്ചാൽ ഈ എറിഞ്ഞാണോ കുളിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആണുങ്ങൾ കുളിക്കുന്നത്. പിന്നെ വേറൊരു പ്രശ്നം, കുളിച്ചു കഴിഞ്ഞാലുള്ള വേറെ പ്രശ്നം, നമ്മൾ ആരും ഒരാണുങ്ങളും ഈ തോർത്ത് കൊണ്ടുവന്ന് വെളിയിലോ അല്ലെങ്കിൽ അയലോ ഇടാറില്ല. എല്ലാവരും ഇടുന്ന ഒരേ ഒരു സ്ഥലം അത് കട്ടിലാണ്. ഈ കട്ടില് തോർത്തിടാൻ നമ്മൾ അറിഞ്ഞോ അറിയാതോ ഈ സാധനം അവിടെ എടുത്തിടും. അത് കഴിഞ്ഞ് അതിന് വക ഒന്നീ കല്യാണം കഴിക്കാത്തവരോ അല്ല അങ്ങനെയുള്ളവരാണെങ്കിൽ അമ്മയുടെ വക, പെങ്ങടെ വക, അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഇതിനകത്തിൽ ഒരാളോട് ആഡ് ആവും, അത് ഭാര്യയായിരിക്കും. മുറിയിലാണെങ്കിൽ ഈ തോർത്ത് ഇടലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. തോർത്തിലെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ആണുങ്ങൾക്ക് മാക്സിമം ടു മാക്സിമം ഒരു തോർത്ത് കാണും ഇല്ലേ? ആ തോർത്ത് വെച്ചായിരിക്കും തല തൊട്ട് കാല് വരെ തുടയ്ക്കുന്നത് ഇല്ലയോ?
പക്ഷേ പെണ്ണുങ്ങൾക്ക് അങ്ങനല്ല. പെണ്ണുങ്ങൾക്ക് പല ബോഡി പാർട്സിനും പല തോർത്തുകളാണ്. മുഖം തുടയ്ക്കാൻ ഒരു തോർത്ത്, അതെന്ന് പറഞ്ഞാൽ അത് തോർത്തല്ല, അത് ഫേസ് ടവൽ. ബോഡിക്ക് വേറൊരു തോർത്ത്, അതുപോലെ കാലിന് വേറെ. കാല് തുടച്ചത് വെച്ച് ശരീരം തുടയ്ക്കത്തില്ല, ശരീരം തുടച്ചത് വെച്ച് മുഖം തുടയ്ക്കത്തില്ല, മുഖം തുടച്ചത് വെച്ച് തലയും തുടയ്ക്കത്തില്ല. മുഖം തുടങ്ങിയെന്ന് വെച്ചാൽ മുഖം ആക്ച്വലി കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് ഞാൻ മനസ്സിലായത് മുഖം ഇങ്ങനെയല്ല തുടങ്ങുന്നതെന്ന്. മുഖം തുടങ്ങേണ്ടത് ഇങ്ങനെയാണെന്നുള്ള കാര്യം കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഒരു വട്ടം തുടച്ചപ്പോൾ ഇത് എനിക്ക് മുഖം പറഞ്ഞു പോരുമല്ലോ എന്നാണ് അവള് പറയുന്നത്. മുഖം തുടയ്ക്കേണ്ടത് ഇങ്ങനെ ടാപ്പ് ചെയ്താണ് തുടയ്ക്കേണ്ടത്. അതുപോലെ മുടി നമ്മൾ എനിക്കിപ്പോൾ ലോങ് ഹെയർ ആണ്. ഷോർട്ട് ഹെയർ ആയിട്ടുള്ള എല്ലാ ആണുങ്ങൾക്കും അറിയാം, ആരും തന്നെ തല തോത്താറില്ല. കാരണം ഈ സാധനം തോന്നാലും തോന്നില്ലെങ്കിലും 5 മിനിറ്റ് കഴിയുമ്പോൾ ഉണങ്ങുമെന്നറിയാം. പിന്നെ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾക്കെല്ലാം ഒരു തോർത്ത് തന്നെ അധികമാണ്. അതിൻ്റെ ഒരു കഷ്ണം കിട്ടിയാലും മതി. തുണിക്കടകളിലും എല്ലായിടത്തും പോയാൽ ആണുങ്ങൾക്ക് ഒരു ടവലേ കാണത്തുള്ളൂ. പെണ്ണുങ്ങളുടെ സെക്ഷനിൽ പല പാർട്സിലേക്ക് വേണ്ടി പല ടവൽസ് ആണ്. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം മാറ്റണം. എന്ന് വെച്ചാൽ ഈ എല്ലാ സ്ഥലത്തും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടിയുള്ള സെയിം സാധനങ്ങളായാലും അതിന് ഡിഫറൻസ് ഉണ്ട്. പെണ്ണുങ്ങൾക്ക് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് സെലക്ട് ചെയ്യാൻ, ആണുങ്ങൾക്ക് കുറവാണ്. അത് മാറ്റണം. ഈച്ച് പേരെങ്കിലും ആണുങ്ങളുടെ കാര്യത്തിലേക്ക് വേണ്ടി ഇന്നോവേഷൻസ് കൊണ്ടുവരണം. എന്ന് വെച്ചാൽ ഈ ഷർട്ട് എന്താ ഇങ്ങനെ മാത്രം, കോളർ താഴെ വന്നിട്ട് ബാക്കി കാര്യം മേളിലാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ, മറ്റേ ട്യൂബ് ടോപ്പൊക്കെ. എന്ന് വെച്ചാൽ ഗ്രാവിറ്റിയാണ് അതിനെ പിടിച്ചു നിർത്തിയേക്കുന്നത്. അപ്പം അത് നോക്ക്, എന്തോരം ഇന്നോവേഷൻസ് ആണ് നടത്തിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടോ അതങ്ങനെ? എന്ന് വെച്ചാൽ ഇന്നേ വരെ ഏതെങ്കിലും ഷർട്ട് ഉണ്ടോ ഇത്രയും പോർഷൻ ഇല്ലാത്ത? ഉണ്ടോ? പറ്റുമോ? ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവിടുന്ന് താഴെ മാത്രമുള്ള പോർഷൻ ഷർട്ട് ഇല്ല. ടീഷർട്ട് പോലും ഇല്ലല്ലോ. കൂടിപ്പോയാൽ നമുക്ക് മറ്റേ ബനിയൻ പോലെ ചാള പോലത്തെ ടീഷർട്ട് ഉണ്ട്, അത് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തിലൊക്കെ മാറ്റം വരുത്തണം. ആണുങ്ങൾക്കും സെലക്ട് ചെയ്യാൻ ഒരുപാട് ചോയ്സസ് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾക്കും എടുക്കുന്ന സമയം, അപ്പോൾ നമ്മൾ തുല്യതരാകും.